വെള്ളപ്പം, ചപ്പാത്തി, നൂൽപുട്ട് ഇങ്ങനെയുള്ളതിലേക്കൊക്കെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ് കുറുമ. അപ്പോൾ ഇന്ന് നമ്മളിതാ നല്ല അടിപൊളി ഒരു വൈറ്റ് കളറിലുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കുക്കറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു കുറുമ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ വേണം. ഓയിലൊന്നും കുറുമ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും, ഒരു ഏലക്കായ ചതച്ചതും, ഒരു 2 ഗ്രാമ്പും, ഒരു 2-3 ചെറിയ കഷ്ണം പട്ടയും കൂടെ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതുപോലെ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു 8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകിന് ഓരോ എരിവായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ അടുത്തുള്ള പച്ചമുളകിനനുസരിച്ചിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് അത് 3ഉം കൂടെ ചതച്ചെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം. ഇതൊന്ന് മൂത്തതിന് ശേഷം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മറ്റു കറികളെന്നും പോലെ സവാള നന്നായിട്ട് അങ്ങ് കുഴഞ്ഞു പോകുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് അങ്ങ് കുഴഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കന് കുറച്ച് സമയം ഈ ഒരു മസാലയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-1.5 ടീസ്പൂണ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കുറുമയിൽ കുറച്ച് നമുക്ക് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നങ്ങ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പുളിക്ക് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും വിനാഗിരിയാണ് കേട്ടോ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളത്. തൈര് ചേർത്ത് കൊടുക്കാറില്ല കുറുമ വെക്കുന്ന സമയത്ത്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ ഒന്ന് കളറങ്ങ് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിടുക. അല്ലെങ്കിൽ 2 വിസിൽ വന്നതിന് ശേഷം അങ്ങ് ഓഫ് ആക്കിയിട്ടാൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൂടെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒരു 8-10 കാഷ്യൂനട്ട് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തേങ്ങയിൽ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കാഷ്യൂനട്ട് കിടക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അരക്കണം എന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് കുതിർത്തെടുക്കണം കേട്ടോ. കുതിർന്ന് വന്നിട്ടുള്ള കാഷ്യൂനട്ടാണ് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുത്താൽ മതി. പൊടിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. കുറുമയിലേക്ക് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. ഒട്ടും തന്നെ തരികളൊന്നും പാടില്ല. അതുപോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ ഗ്രീൻ കളറിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം കേട്ടോ. നമുക്ക് ആ ഒരു എണ്ണയൊക്കെ പാകമായിട്ട് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയും കാഷ്യൂനട്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് കട്ടി വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ല് കിട്ടും ആ ഒരു സമയത്ത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുറുമ റെഡിയായി. അടിപൊളി ടേസ്റ്റിലുള്ള കുറുമയാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.